ഹലോ മക്കളെ, നിങ്ങളുടെ എക്സാമിന് വരുന്ന ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുക, മനസ്സിലാക്കുക ഏതാ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സിന്, ആൻഡ് അല്ലാത്തൊന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ടൈം അലോക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഇരുന്നിട്ട് വെറുതെ ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉണ്ട് ബൈഹാർട്ട് പഠിക്കാൻ തുടങ്ങല്ല. അതിനനുസരിച്ച് ചാപ്റ്റേഴ്സിന് ടൈം അലോക്കേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ മോഡൽ 2026, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാം ബേസ്ഡ് ഉള്ള 26ലെ മോഡൽ പേപ്പറിൻ്റെ ബേസ്ഡ് ആണത്. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലായി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്ത് രണ്ടിനാണ് വരുന്നത്. ഞാൻ ഇവിടെ മഞ്ഞ കളർ അഞ്ച് ട്രിഗ്നോമെട്രിക്ക് 10 മാർക്ക് വരുന്നുണ്ട്, ലിമിറ്റ്സിന് 10 മാർക്ക് വരുന്നുണ്ട്. രണ്ടിൽ എന്താണ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. ഓക്കെ, 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. ഇവിടെ എന്താണ് ചെറിയ വരുന്നത്. ആക്ച്വലി ലിമിറ്റ്സിൽ ഒരു ക്വസ്റ്റ്യൻ പകുതി ഇവിടെ, ഒരു ക്വസ്റ്റ്യൻ പകുതി റിലേഷൻ ഫംഗ്ഷനിലും പോയിട്ടുണ്ട്. വരയ്ക്കാനുള്ള ഗ്രാഫൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് രണ്ടുമാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി മാർക്ക് വൈസ് വേസ്റ്റഡ്. കുറേ ആൾക്കാർ ചോദിക്കും, സാർ ഞാൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് സ്കിപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? 11 മാർക്ക് ക്ലിയർലി പോകും. ഓക്കെ, ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത്, ഫോർ എക്സാമ്പിൾ ഈ 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ഈ 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ആൻസർ ചെയ്താൽ കുഴപ്പമില്ല. ഇവിടെയും നിങ്ങൾക്ക് ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ആൻസർ ചെയ്യണ കുഴപ്പമില്ല. ഇവിടെ ഒരെണ്ണം ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ആൻസർ ചെയ്യണ കുഴപ്പമില്ല. ശ്രദ്ധിക്കുക, 3 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ പോയി, 4 മാർക്കിലും പോയി, 6 മാർക്ക്. അപ്പോൾ ബാക്കിയെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, കൃത്യമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ഇറങ്ങി ഇത് വിട്ടാലും കുഴപ്പമില്ല. സ്ട്രാറ്റജിക്കലി നോക്കുകയാണ്. കാരണം ഓരോ സെക്ഷനിൽ ഓരോ ക്വസ്റ്റ്യൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്, ഒഴിവാക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ ബാക്കിയെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. ബാക്കിയെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ ജസ്റ്റ് പാസ് ഒക്കെ നോക്കുന്ന ആൾക്ക് ഇത് ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നന്നായിട്ട് അറിയെങ്കിൽ പാസ്സാവാൻ നോക്കും. ഓക്കെ, അതേപോലെ ട്രിഗ്നോമെട്രി അവോയ്ഡ് ചെയ്യുന്ന സംഭവിക്കുക. ഇവിടുത്തെ ഒരു ഓപ്ഷൻ ഒഴിവാക്കി ബാക്കിയെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം പഠിച്ചു വയ്ക്കുക. കാരണം +2 ഇതൊക്കെ ആവശ്യം വരും. സെക്കൻഡ് പ്രയോറിറ്റി ഏതൊക്കെയാണ്? സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലായി എന്താണ്. 8 മാർക്കുള്ള 2 ചാപ്റ്റർ ഉണ്ട്. പെർമ്യൂട്ടേഷൻ്റെ 8 മാർക്ക്, പിന്നെ സ്ട്രേറ്റ് ലൈൻസ് കോണിക്സ് ഇതിന് 7 മാർക്ക്. 8ഉം 7ഉം 7ഉം ഇത് നല്ല മാർക്കാണ്. ഇത് പോരാതെ അടുത്ത എന്താ വരുന്നത്, നമുക്ക് 6 മാർക്ക് റിലേഷൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ട് റിലേഷൻ 6 മാർക്ക്? ഗ്രാഫിൻ്റെ ഡൊമൈനിൻ്റെ റേഞ്ച് ഉണ്ട്. ഓക്കെ, അങ്ങനെ സംഭവങ്ങളുണ്ട്. റിലേഷൻ ഫംഗ്ഷൻ വേറെ ഉണ്ട്. അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസിന് എപ്പോഴും ഒരു 6 മാർക്ക് ക്വസ്റ്റൻ ആണ് വരിക. ഇനി ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റേഴ്സ് ഇത്, ഈസി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മക്കൾ? ഇവർ രണ്ടാളും ഈസി. ഓക്കെ, ഇവനും ഈസി, പ്രോബബിലിറ്റി ഈസി, സെറ്റ്സും ഈസി. ഈ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ ഇവൻ സെറ്റ്സ് നോക്കിയാൽ സെറ്റ്സ് വളരെ സിമ്പിളാണ്. 3 മാർക്ക് ഈസി, ഈ 7 മാർക്ക് ഈസി അല്ലേ. ഈ 7ഉം 3ഉം 10 മാർക്ക് ഈസി. പിന്നെ ഇവിടെ 3 മാർക്ക് 13 മാർക്ക് ഈസി, 3 മാർക്ക് 16 മാർക്ക്. മക്കളെ ഈസി ക്വസ്റ്റ്യൻസ് എത്രയാണ്? 16 മാർക്ക്. ഒരു കുട്ടിയും വിടാത്ത ഈസി ക്വസ്റ്റ്യൻസേ വരിക, 16 മാർക്ക്. ഓക്കെ, അതെന്താണെങ്കിലും നിങ്ങൾ കിട്ടിയിരിക്കണം, ചെയ്തിരിക്കണം. ബൈനോമിയൽ ആക്ച്വലി ഈസിയാണ്. അപ്പോൾ നോക്കിയൊരു 3 മാർക്ക് 19 മാർക്ക് ഈസി ചാപ്റ്റേഴ്സാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സും ഒരു ഫോർമുല എൻ്റെ ലൈവ് പോയി കണ്ടാൽ പഠിക്കാൻ പറ്റും. ഒരു പുതിയ ടൈപ്പ് ഫോർമുല വേണം, പുതിയ ചാപ്റ്ററിന് 1 ഷോട്ട് കാണും ഈ വർഷത്തെ. അതിൽ പുതിയ ടൈപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫോർമുലയിൽ മൊത്തം പഠിപ്പിക്കുന്ന പോലെ. ഓക്കെ, അതിൽ മീൻ ഡീവിയേഷൻ, മീൻ വേരിയൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. കാരണം അത് കഴിഞ്ഞ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. അപ്പോൾ 10 അവർ ലൈവ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ മക്കളെ 10 അവർ ലൈവ് കാണാൻ മറക്കണ്ട. അതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 80 മാർക്സിലെ ഒരു 50 മാർക്സ് ഈസി ടു മീഡിയം മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ടോപ്പ് ലെവൽ ക്വസ്റ്റൻസിൽ കവർ ചെയ്യുന്നുണ്ട്. അത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മക്കളെ +2ലെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ അടിപൊളിയായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് എക്സാമിനർ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് വെച്ചിട്ട് ആദ്യം മുതലേ പഠിപ്പിച്ച് തരും. ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ ഫുൾ മാർക്കും ഫുൾ A+ ഒക്കെ മേടിക്കാൻ താല്പര്യമുണ്ട്. ആദ്യം മുതൽ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ തുടങ്ങണമെങ്കിൽ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെയിറ്റേജ് കിട്ടിയല്ലോ, അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പഠിക്കുക. ടൈം വേസ്റ്റ് ചെയ്യേണ്ട. 10 അവർ ലൈവ് പോയി കാണാം. നമുക്ക് മറ്റന്നാൾ ടോപ്പ് ലെവലിലും അത് കഴിഞ്ഞിട്ട് കാണാം. അടുത്ത ദിവസം ഷുവർ ക്വസ്റ്റ്യൻസിനും. ബൈ.